സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 മാച്ച് 5 പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 1-0 ഒരേ ഒരു ഗോളിന് സ്പെയിൻ ജയിച്ചിരിക്കുകയാണ്. 89ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിൻ്റെ അസിസ്റ്റിൽ മെറീനോ അടിച്ച ആ ഒരു ഗോൾ, അതുതന്നെയാണ് ഈ കളിയിൽ ഏക ഗോളും സ്പെയിൻ ജയിക്കുകയും ചെയ്തു. പോർച്ചുഗൽ അക്ഷരാർത്ഥത്തിൽ ആ സമയത്ത് അങ്ങ് തകർന്നു പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും ഒന്നും പറയില്ല. കളി തുടങ്ങിയത് ഫസ്റ്റ് ഹാഫിൽ സ്പെയിൻ നല്ല പൊസിഷൻ പിടിച്ചിട്ടും അതുപോലെ പോർച്ചുഗൽ നല്ല കോമ്പാക്ട് ഡിഫൻസീവായിട്ടും അതുപോലെ കൗണ്ടേഴ്സിലൂടെ മാത്രം മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് കണ്ടത്. 16ാമത്തെ മിനിറ്റിൽ ഡിയാഗോ കോസ്റ്റ പോർച്ചുഗൽ ഗോൾ കീപ്പറിൻ്റെ ഒരു ഡബിൾ സേവ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് തുടങ്ങുന്നത് കളി കടുപ്പിച്ചൊരവസ്ഥയിലോട്ട്. യമാലിൻ്റെയും അതുപോലെ ബേനയുടെ ഓരോ ഷോട്ടാണ് ഒരുമിച്ച് അടുത്തടുത്ത ഷോട്ട് ഡിയാഗോ കോസ്റ്റ സേവ് ചെയ്തായിരുന്നു. അത് 37ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് സിമോൺ സേവ് ചെയ്തായിരുന്നു. അത് 41ാമത്തെ മിനിറ്റിൽ ന്യൂനോ മെൻഡസിൻ്റെ ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിപ്പോയി. പോർച്ചുഗലിൻ്റെ കഷ്ടമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ കടുത്ത് അത് കയറി കഴിഞ്ഞാൽ കളി വേറൊരു മൂഡിലോട്ട് മാറിപ്പോകാനായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സ്പെയിൻ ഹൈ പ്രസ്സിങ്ങും അതുപോലെ ഹെവി ടെമ്പോ ഒന്നും പറയാനില്ല, പൊളിച്ചടക്കി. പോർച്ചുഗലാണെങ്കിൽ ഈ ഫൈനൽ പാസ് അത് മിസ്സിങ് ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് ആ ഒരു കൗണ്ടറിലൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവസാനം ചെന്നിട്ട് ആ ഒരു ലാസ്റ്റ് അത് കണക്ഷൻ വരുന്നില്ലാത്തൊരവസ്ഥയിൽ വന്നായിരുന്നു. അതിനിടയ്ക്ക് മെൻഡസിൻ്റെ ഇഞ്ചറി, അതോടുകൂടി പോർച്ചുഗലിൻ്റെ ആ ഡിഫൻസീവ് സ്ട്രെങ്തും അതുപോലെ തന്നെ എന്താ പറയുക ഡിഫൻസീവ് ബാലൻസും ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. എന്നാലും ഒരു മാക്സിമം പിടിച്ച് 89 മിനിറ്റ് വരെ അവർ അസാധ്യമായിട്ട് ഡിഫൻസീവിൽ കളിച്ചെങ്കിലും ഇടയ്ക്ക് എവിടെയോ വെച്ച് അവരുടെ എന്താ പറയുക ഒരു ഡിഫൻസീവ് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഗോൾ കയറുന്നത്. എന്തായാലും മിഡ്ഫീൽഡ് കൺട്രോൾ മൊത്തം നമ്മുടെ എന്താ പറയുക ലുഫാൻഡേൻ്റെ സ്പെയിൻ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കുറേ ചാൻസസ് കളഞ്ഞു. എന്നാലും ബെഞ്ച് നല്ല ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെയിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ CR7 അവസാനത്തെ മത്സരമാണോ അല്ലെങ്കിൽ നമുക്കറിയത്തില്ല, പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ഈ വേൾഡ് കപ്പിൽ ഇനിയുള്ളൊരു പ്രകടനം ചിലപ്പോൾ ഇതോടുകൂടി തീർന്നിട്ടുണ്ടാവാമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണും വരേക്കും ബൈ.